മോഹൻലാലുമായി സിനിമ ചെയ്യാത്ത കുറച്ച് സംവിധായകരുണ്ട്. അതിലൊരു 2 സംവിധായകരെ കുറിച്ചും അവസാന നിമിഷം മോഹൻലാലുമായി സിനിമ ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാള സിനിമയിൽ ഒരുപാട് വ്യത്യസ്ത ജോണറുകളിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് ജയരാജ്. നമുക്കറിയാം വിദ്യാരംഭം എന്ന് പറയുന്ന ഒരു സിനിമ മുതൽ അങ്ങോട്ട് അദ്ദേഹം നമുക്കറിയാം ജോണി വാക്കർ ഉണ്ട്, പിന്നീട് കുടുംബസമേതമുണ്ട്, ദേശാടനുണ്ട്, ഫോർ ദ പീപ്പിൾ ഉണ്ട്, ഹൈവേ ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ പല ജോണറിൽ നമുക്കറിയാം. ഓരോ സംവിധായകരെ നമുക്ക് ഓരോ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഇന്ന സംവിധായകൻ ആക്ഷൻ സിനിമകൾ, അല്ലെങ്കിൽ ഇദ്ദേഹം കുടുംബ സിനിമകൾ, ഇദ്ദേഹം റൊമാൻറ്റിക് സിനിമകൾ, ഗ്രാമീണ സിനിമകൾ, അങ്ങനെ നമ്മൾ പലവരെയും പല കാറ്റഗറിയിൽ നമ്മൾ പെടുത്താറുണ്ട്. പക്ഷേ ജയരാജ് എന്ന് പറയുന്ന സംവിധായകൻ നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം വളരെ ശ്രദ്ധേയനായി നിൽക്കുന്ന അതായത് വളരെ ടോപ്പിൽ തന്നെ നിൽക്കുക നമുക്ക് പറയാം. അതായത് ദേശാടനം എന്ന് പറയുന്ന ഒരു സിനിമ അത് ക്രിട്ടിക്കലിയും കമേഴ്ഷ്യലിയും സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഇട്ടത്. അതായത് മോഹൻലാലുമായി ഒരു സിനിമ എല്ലാം പ്ലാൻ ചെയ്തു. ആ സമയത്ത് മോഹൻലാൽ ഒരു വിദേശ ട്രിപ്പ് ഫാമിലിയായിട്ട് പുറത്തെവിടെയും ഒരു വിദേശ ട്രിപ്പൊക്കെ പോയി. ഇന്ന ദിവസം ഷൂട്ട് തുടങ്ങുന്നു, ജയരാജിൻ്റെമായിട്ടുള്ള സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നു, എല്ലാം ഫിക്സായി നിൽക്കുന്ന ഒരു സമയത്ത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ഇപ്പോഴും ആ കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് സംവിധായകൻ ജയരാജ് തന്നെ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെതായ ചില എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഈ പറഞ്ഞ നാട്ടിലെ പ്രശ്നങ്ങൾ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിനിമ ഡ്രോപ്പ് ആയതൊന്നും അറിയാതെ മോഹൻലാലിൻ്റെ ഫാമിലി ട്രിപ്പ് വരെ ക്യാൻസൽ ചെയ്ത് മോഹൻലാൽ എത്തിയപ്പോഴാണ് മോഹൻലാൽ അറിയുന്നത് ഈ ഒരു സിനിമ സംഭവിക്കില്ല, ആ സിനിമ ഡ്രോപ്പായി എന്നുള്ളത്. അപ്പോൾ അന്ന് മോഹൻലാൽ ചോദിച്ച ഒരു കാര്യമുണ്ട്, എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അത് ജയരാജ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റാണെന്ന് തന്നെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് ജയരാജുമായിട്ടൊരു സിനിമ മോഹൻലാൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് മോഹൻലാൽ ഡേറ്റ് കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ജയരാജ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം കുഞ്ഞാലി മരയ്ക്കാറ്, അതുപോലെ തന്നെ വീരം എന്ന് പറയുന്ന ഒരു സിനിമ പിന്നീട് ജയരാജ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് പലപ്പോഴും മോഹൻലാലിൻ്റെ അടുത്ത് പോയിട്ടുള്ളതാണ്, മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ മോഹൻലാൽ പ്രോപ്പർലി ഒരു റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ ഒരു നോ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മോഹൻലാലിൻ്റെയൊക്കെ ഒരു മറുപടി. അതുകൊണ്ട് ഒരിക്കലും ജയരാജ് മമ്മൂട്ടി വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപി വെച്ച് ജയരാജ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം അങ്ങനെ ഭയങ്കര ഒരു കമേഴ്ഷ്യൽ സിനിമകളല്ല, പക്ഷേ വളരെ ക്രിട്ടിക്കലി ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് സിനിമകളാണ്. ഇപ്പോൾ കളിയാട്ടത്തിൻ്റെ തന്നെ ഒരു പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന ഒരു സിനിമ 2ാം ഭാഗമല്ല, പക്ഷേ അതുപോലെ ഒരു സിനിമയൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ശക്തമായിട്ട് അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈവേ 2 അദ്ദേഹം പ്ലാനിങ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈവേ നമുക്കറിയാം അന്ന് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടുന്നുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും അന്ന് ഒരുപാട് റീമേക്ക് ചെയ്തിട്ട് സുരേഷ് ഗോപിക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത സിനിമകളൊന്നായിരുന്നു ഹൈവേ. അപ്പോൾ എന്തായാലും മോഹൻലാലിനെ വെച്ചിട്ടുള്ള ഒരു സിനിമ ജയരാജ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അന്ന് ഏത് തരത്തിലുള്ള സിനിമയെന്ന് അറിയില്ല, പക്ഷേ ജോണി വാക്കർ എന്ന് പറയുന്നൊരു സിനിമയൊക്കെ അതുപോലെയൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള വേറൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കാം. എന്തായാലും അത് സംഭവിച്ചില്ല. അതുപോലെ തന്നെയാണ് വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകനുമായിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു പ്രൊജക്റ്റ്. വിനയന് നമുക്കറിയാം പണ്ട് കുറേ സിനിമകൾ, ചെറിയ കോമഡി സിനിമകളൊക്കെ ചെയ്തു. പിന്നീട് വാസന്തി ലക്ഷ്മിയും കരുമാടി കുട്ടനൊക്കെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു ടോപ്പ് ഡയറക്ടർ തന്നെയായിരുന്നു. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ മേടിക്കുന്ന ഒരു സംവിധായകരിൽ ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അതിൻ്റെ ഒരു തമിഴ് റീമേക്ക് ജയസൂര്യൻ കാവ്യമാധവന് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലുള്ളപ്പോൾ ഇവർ വിനയനമെല്ലാം താമസിച്ചിരുന്ന ആ ഒരു അതേ ഹോട്ടലിൽ തന്നെ മറ്റൊരു ഫ്ലോറിലാണ് അന്ന് താണ്ഡവം എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാലും അതിൻ്റെ മറ്റു അണിയറ പ്രവർത്തകരൊക്കെ താമസിച്ചിട്ടുള്ളത്. അന്ന് ശരിക്ക് മമ്മൂട്ടിയുമായിട്ട് ദാദാ സാഹിബും അതുപോലെ തന്നെ രാക്ഷസ രാജാവും ഒക്കെ ചെയ്ത് ഹിറ്റായി നിൽക്കുകയാണ്. അപ്പോൾ അന്ന് ആൻ്റണി പെരുമ്പാവൂർ തന്നെ നേരിട്ട് വന്ന് വിനയൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ലാൽ സാറിനെ വെച്ചിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ അതിൻ്റെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി ഒരു സിനിമ ചെയ്യാം എന്ന രീതിയിൽ. കാരണം അത് വിനയൻ വളരെ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം എനിക്കൊന്ന് ഒരു വർഷം 2-3 സിനിമകളൊക്കെയാണ് ചെയ്തത്. 99 എന്ന് പറയുന്ന ഒരു വർഷം 4 സിനിമകളാണ്. ആകാശഗംഗയും ഇൻഡിപെൻഡൻസും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ഉൾപ്പെടെ പ്രണയ നിലാവ്, 4 സിനിമകൾ ചെയ്ത് 4 ശ്രദ്ധിക്കപ്പെട്ടു അത് ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനത്തെ ഒരു സംവിധായകനാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ കരുമാടിക്കുട്ടനൊക്കെ ഹിറ്റായി, രാക്ഷസ രാജാവൊക്കെ ഹിറ്റായി. അപ്പോഴാണ് ആൻ്റണി പെരുമ്പാവൂർ വന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വിനയൻ അത് കഴിഞ്ഞിട്ടൊക്കെ ആലോചിക്കാമെന്ന് നിൽക്കുന്ന സമയത്താണ് വിനയൻ ഈ പറയുന്ന അന്ന് സംഘടനാപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതായത് താരങ്ങൾ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം എന്നൊരു നിർബന്ധന വെച്ചതും
നിർമ്മാതാക്കളുമായിട്ടുള്ള സംഘടനയുടെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ട് ഇനി സിനിമയിൽ തൽക്കാലം ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ച് അന്നത്തെ 2004 ഈ സംഭവം നടക്കുന്നത്. അത് ഒരുപാട് പേർക്ക് ഓർമ്മയുണ്ടാവും. അപ്പം നടന്മാരെല്ലാവരും സിനിമയിൽ അഭിനയിക്കാതെ അവരൊക്കെ വേറൊരു വിദേശ ട്രിപ്പിന് പോകുന്നൊരു സമയത്താണ് നിർമ്മാതാക്കൾ വിനയനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ ഒരു സമരം പൊളിക്കണം എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിനയൻ അന്നൊരു സിനിമ പ്ലാൻ ചെയ്തു. അതായിരുന്നു സത്യം എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ സത്യവും അപ്പുറത്ത് കമലും മഞ്ഞുപോലെ ഒരു പെൺകുട്ടി, ആ ഒരു സിനിമയും പ്ലാൻ ചെയ്തു. അപ്പോൾ അന്ന് ഈ പറയുന്ന സംഘടനയുടെ ഒരു മെജോറിറ്റിയുടെ ഒരു തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പൃഥ്വിരാജും ലാലുലക്സും ബാബുരാജും തിലകനും ഒക്കെ ഈ പറയുന്ന വിനയൻ്റെയും ഈ പറഞ്ഞ നിർമ്മാതാക്കളുടെയൊക്കെ കൂടെ നിന്നവരാണ്, കമലിൻ്റെയൊക്കെ. അന്ന് ഈ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം വിനയൻ എടുക്കുന്നു, ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനം എടുക്കുന്ന സമയത്താണ് ജഗദീഷ് ഇങ്ങനെ വിനയനെ ഫോൺ വിളിച്ചിട്ട് അടുത്ത് മോഹൻലാൽ ഉണ്ടെന്ന് പറഞ്ഞ് മോഹൻലാലിന് കൊടുത്തിട്ട് പറഞ്ഞത് ഈ ഒരു പ്രശ്നത്തിൽ വിനയൻ അവരുടെ കൂടെ നിൽക്കരുത്, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് മോഹൻലാൽ പറഞ്ഞു. പക്ഷേ വിനയൻ പറഞ്ഞു ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്തു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ശരി എന്ന് പറഞ്ഞ് മോഹൻലാൽ ഫോൺ വെച്ചു. പക്ഷേ പിന്നീട് മോഹൻലാലുമായിട്ടൊരു സിനിമ അന്ന് പ്ലാൻ ചെയ്ത സിനിമ സംഭവിച്ചില്ല. അപ്പോൾ വിനയൻ പറയുന്നത് ഒരു പക്ഷേ അന്നത്തെ ആ ഒരു ഈ പറഞ്ഞ പോലെ താരങ്ങളുടെ കൂടെ നിൽക്കാതെ നിർമ്മാതാക്കളുടെ കൂടെ വിനയൻ നിന്നതുകൊണ്ടായിരിക്കാം മോഹൻലാലിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് മാറിപ്പോയത് എന്ന് വിനയൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് നമുക്കറിയാം, പണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിനിമ വിനയൻ്റെ തുടക്കകാലത്ത് വിനയൻ ചെയ്തൊരു സിനിമയിൽ മദൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ കൊണ്ടുവന്ന് മോഹൻലാലിൻ്റെ ഒരു ഡ്യൂപ്പിനെ പോലെയൊക്കെ കൊണ്ടുവന്ന് ആ ഒരു സിനിമ ചെയ്തപ്പോൾ അന്ന് മോഹൻലാൽ ഫാൻസിൻ്റെ കുറേ എന്താ പറയുക, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന പോലെ ചീത്തവിളി, സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അന്ന് ഒരുപാട് ചീത്തവിളികൾ വേറെ തരത്തിലൂടെയൊക്കെ അന്ന് വിനയൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ മോഹൻലാൽ വിനയൻ ഒരിക്കലും ഡേറ്റ് കൊടുത്തിട്ടില്ല. ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള സിനിമ ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ ഡേറ്റ് കൊടുക്കാത്തത്, എങ്ങനെയൊക്കെ ഗോസിപ്പുകളൊക്കെ അന്ന് സിനിമാ ലോകത്ത് ഒക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആയിരിക്കില്ല. അതെല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന താണ്ഡവം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന ഒരു സമയത്താണ് മോഹൻലാൽ വിനയന് ഡേറ്റ് കൊടുത്തത്. പക്ഷേ പിന്നീട് ആ സത്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സംഘടനാപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് പിന്നീട് വിനയന് മോഹൻലാൽ ഡേറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം വിനയൻ ചെയ്തത് ബോയ് ഫ്രണ്ട് പോലത്തെ സിനിമകൾ, പിന്നെ ജയസൂരി ഇന്ദ്രജിത്തിനെ വെച്ചിട്ടുള്ള സിനിമകളാണ്, പിന്നെ ഇടയ്ക്ക് സുരേഷ് ഗോപി വെച്ചിട്ട് ബ്ലാക്ക് കാറ്റ് എന്നുള്ള സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ നമുക്കറിയാം അതിനുശേഷം 2008 ആയപ്പോൾ മാക്ട ഫെഡറേഷനൊക്കെ പിളർന്ന് ഫെഫ്കെ ഒക്കെ വന്ന ശേഷം പിന്നെ ഒരിക്കലും വിനയൻ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ചെയ്തിട്ടില്ല. യക്ഷി ഞാനും ഡ്രാക്കുളയൊക്കെ പോലത്തെ കുറച്ച് പുതുമുഖങ്ങളെ അല്ലെങ്കിൽ അതുപോലത്തെ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് സിനിമകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് 19ാം നൂറ്റാണ്ട്, 19ാം നൂറ്റാണ്ടിന് മുമ്പ് ചാലക്കുട്ടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം വീണ്ടും മോഹൻലാൽ വിനയൻ ഡേറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ നമ്മളന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഇതുപോലെ തന്നെ മോഹൻലാൽ ഒരു സിനിമ ചെയ്യുന്നു വിനയനായിട്ട് എന്ന് പറഞ്ഞ് അവരൊന്ന് കൈ കൊടുത്തതാണ്. അതിനുശേഷം പിന്നീട് ആകാശഗംഗ 2 ചെയ്തു. പിന്നെ 19ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. 19ാം നൂറ്റാണ്ടിൽ അന്ന് ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം, അതിൽ ആ സിനിമയുടെ തുടക്കവും അവസാനം 2 വോയിസ് ഓവർ കൊടുത്തിരിക്കുന്ന ഒന്ന് മമ്മൂട്ടിയും ഒന്ന് മോഹൻലാലുമാണ്. അപ്പോഴേക്കും ഈ പറയുന്ന സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങി. വിനയനെ വിലക്കണ്ട എന്നുള്ള രീതിയിൽ മമ്മൂട്ടിയും മോഹൻലാലും വിനയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമൊക്കെ അപ്പോഴേക്കും ആ രീതിയിലൊക്കെ എത്തിയിരുന്നു കാര്യങ്ങളൊക്കെ. പിന്നീട് 19ാം നൂറ്റാണ്ടിന് ശേഷം മോഹൻലാലിനെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അന്ന് വിനയൻ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ വിനയനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ളത് വിനയൻ്റെ എനിക്ക് തോന്നുന്നു പഴയ കരിമാടി കുട്ടനോ അല്ലെങ്കിൽ വാസന്തിയൊക്കെ ചെയ്ത പോലത്തെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് വിനയൻ പറഞ്ഞത് പണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു, പക്ഷേ ഇനി ഇത്രയും കാലം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ ചെയ്യണം, എനിക്കൊന്നൊരു ഭീമൻ്റെ കഥയൊക്കെ പോലെ അങ്ങനെ എന്തൊരു വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമയൊക്കെയാണ് വിനയൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതും സംഭവിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിനയൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇനി അത് സംഭവിക്കുമെന്ന് അറിയില്ല, ഈ പറയുന്ന പോലെ വേറെ ചില ആളുകൾ ഇടയ്ക്ക് നിന്ന് പാര വെച്ചതാണോ, എന്തായാലും മോഹൻലാൽ പ്രൊജക്റ്റ് നീണ്ടുപോയി, അതിന് സംഭവിക്കുമെന്ന് അറിയില്ല എന്നൊക്കെയാണ് വിനയൻ പറഞ്ഞത്. എന്തായാലും ജയരാജും വിനയനും ഈ 2 സംവിധായകരും ഈ മോഹൻലാലിനെ വെച്ച് സിനിമകൾ പ്ലാൻ ചെയ്ത് എല്ലാം ഫിക്സായി അവസാന ഘട്ടത്തിൽ മാറിപ്പോയ അവസ്ഥകളാണ്. ഇതുപോലെ വേറെയും സംവിധായകരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു എപ്പിസോഡ് പറയാം.